നമസ്കാരം കൂട്ടുകാരെ, വിചിത്ര സഞ്ചാരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ കടൽ കാണുന്നതിനേക്കാൾ വലിയൊരു ചന്തം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ കളിച്ചിരികൾ കാണാനാണ്. കോഴിക്കോട് ബീച്ചിലെ കുട്ടികളുടെ കുറുമ്പും വാശിയും കളിച്ചിരികളും നിറഞ്ഞ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോകാം. ഈ തിളങ്ങുന്ന കളിപ്പാട്ടങ്ങൾ കണ്ടോ? കോഴിക്കോട് ബീച്ചിൽ കാലുകുത്തുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മെ വരവേൽക്കുന്നത്. കുട്ടികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മിക്കി മൗസിന്റെ ആ വലിയ കാറ്റ് നിറച്ച ബലൂൺ കണ്ടോ? അതിന്റെ മുകളിൽ കയറി താഴേക്ക് ഒരൊറ്റ നിരങ്ങി വീഴലാണ്. ദാ നോക്കിക്കേ, തീരെ ചെറിയ കുരുന്നുകൾ ആ കളിപ്പാട്ടക്കാറിലിരുന്ന് വട്ടത്തിൽ കറങ്ങുന്നത് കണ്ടോ? ഡ്രൈവ് ചെയ്യുന്ന വിചാരത്തിൽ സ്റ്റിയറിംഗും പിടിച്ച് ആവേശത്തോടെയുള്ള അവരുടെ ആ ഇരിപ്പും ചിരിയും കാണാൻ എന്ത് രസമാണല്ലേ. ദാ ഇവിടെ നോക്കൂ, കണ്ണിൽ ഒരു പ്രത്യേക കണ്ണടയും വെച്ച് കുലുങ്ങുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുട്ടികൾ എന്തോ വീഡിയോ കാണുകയാണ്. ആ കണ്ണടയ്ക്കുള്ളിലെ മാന്ത്രിക ലോകത്ത് വിമാനം പറത്തുകയോ റോളർ കോസ്റ്ററിൽ പോവുകയോ ചെയ്യുന്ന ആവേശത്തിലാണ് അവർ ഇപ്പോഴുള്ളത്. അവിടെ നോക്കിക്കേ, എത്ര കയറിയിട്ടും നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് ഈ മിക്കി മൗസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ ഒരു ഭാവവുമില്ല. വലിയൊരു വള്ളം പോലെ ഇരിക്കുന്ന ഈ റൈഡ് കണ്ട, ഇത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ പേടിപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ഇതേ പാളത്തിലൂടെ കൂകിപ്പാഞ്ഞ് വട്ടത്തിൽ കറങ്ങുന്ന ആ കുട്ടി ട്രെയിൻ കണ്ടോ? നല്ല ഭംഗിയാണല്ലേ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. കുട്ടികൾക്ക് എത്ര കാർ ഓടിച്ചിട്ടും മതി വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ റൈഡുകളിൽ കയറി കുട്ടികൾ ചിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ മുഖത്താണ് അതിനേക്കാൾ വലിയൊരു ചിരി വിരിയുന്നത്. ആ കളിപ്പാട്ട കാറിലും ട്രെയിനിലും ഒക്കെ ഇരിക്കുമ്പോൾ തങ്ങൾ വലിയവരായി സ്വന്തമായി വണ്ടി ഓടിക്കുകയാണെന്നൊരു കുട്ടി ഗൗരവവും സന്തോഷവുമാണ് അവരുടെ മുഖത്ത് കാണാൻ കഴിയുക. വലിയ ഗൗരവത്തിലാണ് പലരുടെയും ഇരിപ്പ്. ഇവിടെ തിമിർത്ത് തുള്ളി ചാടുന്ന കുറെ കുട്ടിപ്പട്ടാളങ്ങളെ കാണാം. വളരെ ആവേശത്തിലാണ് കുട്ടികൾ. അവർക്ക് കിട്ടിയ ഒരു അവസരമല്ലേ. ഇതിനിടയിൽ ചെറിയ കുഞ്ഞുങ്ങൾ വഴുതി വീഴുന്നുമുണ്ട്. അവർക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും കൊള്ളാം, അവരതൊരു ആഘോഷമാക്കി തന്നെ മാറ്റി. കടൽക്കാറ്റേറ്റ് ഈ വലിയ കളിപ്പാട്ടക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഓടിച്ചാടി നടക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലെ ആ പഴയ കുട്ടിക്കാലം മെല്ലെ ഉണരുന്നത് പോലെ തോന്നും. ദാ നോക്കിക്കേ, ഒരു കളിപ്പാട്ടവുമല്ല, യഥാർത്ഥ ജീവനുള്ള ഒരു കുതിരയുടെ പുറത്താണ് നമ്മുടെ കുട്ടിപ്പട്ടാളം ഇരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു ചെറിയ പേടി തോന്നുമെങ്കിലും കുതിര മെല്ലെ നടന്നു തുടങ്ങുമ്പോൾ കുട്ടികളുടെ മുഖത്ത് നല്ല ഒന്നാന്തരം ചിരി വരും. ആ കുതിരപ്പുറത്തിരുന്ന് അവർ നമുക്ക് നേരെ കൈവീശുമ്പോൾ ശരിക്കും ഒരു കുട്ടി രാജാവിനെ പോലെയോ രാജ്ഞിയെ പോലെയോ തോന്നിപ്പോകും. ദാ ഇപ്പുറത്ത് ആ വലിയ റൈഡുകളിലൊന്നും കയറാതെ ഒരു കൊച്ചു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളും മണലിലിരുന്ന് കളിക്കുന്നത് കണ്ടോ? ദാ ഇവിടെ നോക്കിക്കേ, മണലിൽ ഒരു കൊച്ചു കുഴി ഉണ്ടാക്കി അതിനുള്ളിൽ ഇരിക്കുകയാണ് ഈ കുട്ടിമണി. ബീച്ചിലെ മണലിൽ കൈകൾ കൊണ്ട് കുഴി ഉണ്ടാക്കി കളിക്കുന്നത് കുട്ടികൾക്ക് എപ്പോഴും വലിയൊരു ലഹരിയാണ്. ഈ കൊച്ചു കൈകൾ കൊണ്ട് മണലിൽ മാന്തി മാന്തി വലിയ കുഴി ഉണ്ടാക്കാൻ അവർ കാണിക്കുന്ന ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചില കുട്ടികളാകട്ടെ ആ കുഴിക്കുള്ളിലേക്ക് കാലിറക്കി വെച്ചും അതിൽ മണൽ മൂടിയും ഒക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. ദാ നോക്കിക്കേ, മണൽത്തരികൾ കൊണ്ട് സ്വന്തമായൊരു കൊച്ചു മാന്ത്രിക ലോകം തീർക്കുകയാണ് ഈ മിടുക്കന്മാർ. കുഞ്ഞു കൈകൾ കൊണ്ട് മണൽ കൂട്ടിവെച്ച് അവർ ഉണ്ടാക്കുന്ന കൊച്ചു വീടുകളും
കോട്ടകളും കാണാൻ നല്ല ഭംഗിയാണ്. മണലിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ആ കൊച്ചു മനസ്സിൽ വിരിയുന്ന ഭാവനയും ശ്രദ്ധയും ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഉണ്ടാക്കിയ രൂപം കടൽത്തിര വന്ന് കൊണ്ടുപോയാലും ഒട്ടും സങ്കടപ്പെടാതെ വീണ്ടും അടുത്തതുണ്ടാക്കാൻ അവർ റെഡിയാകും. ഒരു എഞ്ചിനീയറുടെ ഗൗരവത്തോടെ മണലിൽ രൂപങ്ങൾ തീർക്കുന്ന ഈ കുട്ടിപ്പട്ടാളത്തിന്റെ സന്തോഷമാണ് ഈ ബീച്ചിന്റെ യഥാർത്ഥ ഭംഗി. ദാ നോക്കിക്കേ, അലയടിച്ചെത്തുന്ന തിരമാലകൾക്കൊപ്പം തുള്ളിച്ചാടി കളിക്കുകയാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. ഓരോ തവണ തിര വന്ന് കാലുകളിൽ തൊടുമ്പോഴും അവർ പേടിയോടെ ഓടുന്നതും വീണ്ടും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും കാണാൻ നല്ല രസമാണ്. ചില കുട്ടികളാകട്ടെ കടൽ വെള്ളം തെറിപ്പിച്ചും തിരമാലകളെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞു നോക്കിയുമൊക്കെയാണ് ഇവിടെ ആസ്വദിക്കുന്നത്. ആ നീല തിരമാലകൾക്കിടയിലൂടെ ഓടിച്ചാടി നടക്കുന്ന അവരെ കാണുമ്പോൾ കടൽ പോലും അവരുമായി കളിച്ചിരികളിൽ ഏർപ്പെടുകയാണെന്ന് തോന്നും. ഒരാവലാതിയുമില്ലാതെ കടൽ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന് ചിരിച്ചു രസിക്കുന്ന ആ കൊച്ചു മിടുകർ ഈ ബീച്ചിന് നൽകുന്ന ആവേശം ചെറുതല്ല. ഇതാ നോക്കിക്കേ, ആകാശത്ത് പല നിറത്തിലുള്ള പട്ടങ്ങൾ പറത്തിവിട്ട് കളിക്കുന്ന ചില മുതിർന്ന കുട്ടികളെയും നമുക്ക് കാണാം. കടൽ തിരകളിൽ എത്ര കളിച്ചിട്ടും ഒട്ടും മതി വരാതെ നിൽക്കുകയാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. വീട്ടിലേക്ക് പോകാമെന്ന് അമ്മമാർ വിളിച്ചു പറയുമ്പോൾ ഇപ്പൊ വരാം, ദാ ഒരു തിര കൂടി എന്ന് പറഞ്ഞ് അവർ വീണ്ടും വെള്ളത്തിലേക്ക് ഓടുകയാണ്. ഓരോ തവണ തിര വന്ന് നനയ്ക്കുമ്പോഴും പുതിയൊരു ആവേശത്തോടെ തുള്ളിച്ചാടുന്ന അവരുടെ ആ കുട്ടിത്തം കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. തുണിയെല്ലാം നനഞ്ഞു കുതിർന്നിട്ടും കടൽ വെള്ളത്തിലെ ആ കളിച്ചിരികൾ നിർത്താൻ ഈ കൊച്ചു മിടുക്കർക്ക് ഒട്ടും മനസ്സില്ല. ശരിക്കും ഒടുങ്ങാത്ത ആ തിരമാലകൾ പോലെയാണ് ഈ കുട്ടികളുടെ ഉള്ളിലെ തീരാത്ത കളിയാവേശവും. കുട്ടികളുടെ കളിച്ചിരികൾ കണ്ടു നിൽക്കാൻ വയ്യാതെ ചില മുതിർന്നവരും കുട്ടികളോടൊപ്പം കളിക്കാൻ കൂടുന്നു. കുട്ടികളോടൊപ്പം മുതിർന്നവരും ചേരുമ്പോൾ കുട്ടികളുടെ ആവേശം ഇരട്ടിയാകും. ശരിക്കും കുട്ടികളെ കളിപ്പിക്കാൻ വന്നതാണെങ്കിലും കടൽക്കാറ്റേറ്റപ്പോൾ തങ്ങളുടെ സ്വന്തം പഴയ കുട്ടിക്കാലത്തിലേക്ക് അവർ തിരികെ പോയതുപോലെ തോന്നും. പ്രായഭേദമന്യേ എല്ലാവരെയും കുട്ടികളാക്കി മാറ്റുന്ന ഈ കടൽ തീരത്തെ കളിമുറ്റം ശരിക്കും ഒരു മാന്ത്രിക ലോകം തന്നെയാണ്. നൂലിൽ മുറുകെ പിടിച്ച് തങ്ങളുടെ പട്ടം കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ഇത്തരം ചെറിയ സന്തോഷങ്ങളാണ്. മണലിൽ ഒരു കുഴി കുഴിക്കുമ്പോഴോ ഒരു തിര വന്ന് കാലിൽ തൊടുമ്പോഴോ അവർ ചിരിക്കുന്ന ആ ഒരു ചിരി മതി നമ്മുടെ എല്ലാ സന്തോഷങ്ങളും മാറാൻ. എത്രയോ മനോഹരമാണ് കടൽക്കാറ്റേറ്റ് ഈ മണൽപ്പരപ്പിലൂടെയുള്ള ഓട്ടം. കുട്ടികൾക്കൊപ്പം മുതിർന്നവരും കുട്ടികളായി മാറുന്നു. ബീച്ച് എന്നത് കുട്ടികൾക്ക് വെറും ഒരു കളിസ്ഥലം മാത്രമല്ല, മറിച്ച് പ്രകൃതിയെ പഠിക്കാനുള്ള ഇടം കൂടിയാണ്. കടൽ തിരമാലകളുടെ താളം, ഉപ്പുകാറ്റ്, മണലിന്റെ ഘടന, വിവിധയിനം കക്കകൾ എന്നിവയെല്ലാം കുട്ടികളിലെ നിരീക്ഷണ പാഠവും വർദ്ധിപ്പിക്കുന്നു. വീട്ടിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മാറി വിശാലമായ ഒരു ലോകത്തെക്കുറിച്ചറിയാൻ അവരെ ഇത് സഹായിക്കുന്നു. ദാ ഇവിടെ നോക്കിക്കേ, സ്വന്തം കാൽപാദം മുഴുവൻ മണലിൽ പൂഴ്ത്തി വെച്ച് അതിനു മുകളിലേക്ക് വീണ്ടും മണൽ പൊത്തിവെക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കുട്ടികളുടെ നിഷ്കളങ്കമായ കുഞ്ഞു ചിരികളിലും കളികളിലും വിരിയുന്ന സന്തോഷമാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. ചെറിയ പേടിയോടെയാണെങ്കിലും കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന രണ്ട് മിടുക്കന്മാരെ കണ്ടോ? ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഫോണിലും ടിവിക്ക് മുമ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ബീച്ചിലെ വർണ്ണാഭമായ റൈഡുകളും മണലിലെ കളികളും അവരെ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയോട് നേരിട്ട് സംവദിക്കുന്നത് കുട്ടികളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും.
കടൽ ഉൾവലിയുന്നതും വേലിയേറ്റവും ഒക്കെ ശ്രദ്ധിക്കണം. ദാ ഇവിടെ ചെറിയ കുട്ടികളുടെ കളിച്ചിരികൾക്കിടയിൽ അല്പം മുതിർന്ന കുട്ടികൾ മണൽപ്പരപ്പിൽ ആവേശത്തോടെ ഫുട്ബോൾ തട്ടി കളിക്കുന്നത് കണ്ടോ? കടൽക്കാറ്റിന്റെ വേഗതയ്ക്കൊപ്പം മണലിലൂടെ ഓടി നടന്ന് അവർ ഗോളടിക്കാൻ നോക്കുന്ന കാഴ്ച ബീച്ചിനൊരു പ്രത്യേക ഉണർവ് തന്നെയാണ് നൽകുന്നത്. വിചിത്ര സഞ്ചാരിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.